വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സ്വയം സംസാരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്. ദേഷ്യത്തെ പേടിക്കേണ്ട, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവഗണനയെ പേടിക്കണം, കാരണം അത് വെറുപ്പ് കൊണ്ടാണ്. നിങ്ങളെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും വിലമതിക്കുകയും ചെയ്യാത്ത ആളുകൾക്കായി നിങ്ങളുടെ സമയം പാഴാക്കരുത്. ജീവിതം വളരെ ചെറുതാണ്. അസാധാരണമായ ഒരു സാഹചര്യത്തോടുള്ള അസാധാരണമായ പ്രതികരണം ഒരു സാധാരണ സ്വഭാവം ആണ്. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. ഒരു വിദ്യാർത്ഥി എന്നാൽ നിങ്ങൾ നിറയ്ക്കാൻ വെച്ചിരിക്കുന്ന ഒരു പാത്രമല്ല, മറിച്ച് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു വിളക്കാണ്. ഇത്ര ചെറുതായി ചിന്തിക്കുന്നത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഉന്മേഷഭരിതമായ ചലനത്തിനുള്ള പ്രപഞ്ചത്തിൻ്റെ അതിപ്രധാന ഭാഗമാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെത്തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒരാളിലേക്കുള്ള വഴി ഭൂമിയിൽ അല്ല, വഴി ഹൃദയത്തിലാണ്. ഉറച്ച പാറ കൊടുങ്കാറ്റിൽ കുലുങ്ങാത്തതുപോലെ ജ്ഞാനികളെ പ്രശംസയോ കുറ്റപ്പെടുത്തലോ ബാധിക്കില്ല. എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണ്. ആലങ്കാരികമായി മനസ്സിലാക്കിയാൽ എല്ലാം ഒന്നുതന്നെയാണ്. എന്നാൽ അത് വ്യക്തികളുടെ ഭാവനയിൽ കുടുങ്ങി അവയെ വസ്തുതകളായി വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ തമ്മിൽ ദീർഘകാലം പിണങ്ങിയിരിക്കുക എന്നത് അസാധ്യമാണ്. 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്ന പിണക്കമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആത്മാർത്ഥമായ സ്നേഹം നിലനിൽക്കുന്നില്ല എന്നാണ്. ഒന്നിലധികം തവണ വായിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു കാര്യത്തെ ഉറച്ചത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ഓർത്തിരിക്കാനുള്ള സാധ്യത 50% കൂടുതലാണ്. ചെറിയ അവസരങ്ങൾ പലപ്പോഴും വലിയ സംരംഭങ്ങളുടെ തുടക്കമാണ്. നാം എല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെത്തന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ അഭിപ്രായത്തേക്കാൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സ്നേഹിക്കുന്നവർ ഒടുവിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നില്ല. അവർ എല്ലാവരും പരസ്പരം ഉണ്ട്. ഒരാളുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങളും അഭിപ്രായവ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ മഹനീയമായ ബന്ധം എന്തെന്നാൽ ഇന്നലത്തെ കലഹങ്ങൾ ഇന്നത്തെ സല്ലാപങ്ങളെ ബാധിക്കാത്തതാണ്. നിങ്ങൾക്കുണ്ടായ ഒരു ദുഃഖത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരും. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ, ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടുപോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ 2 കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിൻ്റെ ശൈലി മാറ്റും. പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ആരോടും ഒന്നും പറയാതിരിക്കാൻ പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമാനായ ഒരു വിമർശകനെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിധിയിലേക്കുള്ള വഴികാട്ടിയെപ്പോലെ അവനെ പിന്തുടരുക. സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നാം വളരുന്നില്ല, വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നാം വളരുന്നത്. നമുക്ക് ഒരേ സമയം 2 പേരെ സ്നേഹിക്കാം, എന്നാൽ ഒരിക്കലും ഒരേ തീവ്രതയിൽ സ്നേഹിക്കാൻ കഴിയില്ല. മറ്റൊരു ലക്ഷ്യം സജ്ജീകരിക്കാനോ ഒരു പുതിയ സ്വപ്നം കാണാനോ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമില്ല. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാറുണ്ടെന്നതാണ് സത്യം. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ വലിയ നിരാശയിലേക്ക് നയിക്കും. കാൽപ്പനിക പ്രണയം സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ്. അവർ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിൽ ആകാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം, ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. എഴുന്നേറ്റു നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായി ഇരുന്ന് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. ഒരു മലമുകളിൽ എത്താൻ ഒന്നിലധികം പാതകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നത്
ആണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ചിലരുണ്ട്, എത്ര വിഷമിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുവിൽ എല്ലാ ദുഃഖവും മറന്ന് നാം പൊട്ടിച്ചിരിക്കും. ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ ആരാണെന്ന് അംഗീകരിക്കുന്നു മാത്രമല്ല, നിങ്ങൾ ആരായിരിക്കണമെന്ന് സഹായിക്കുകയും ചെയ്യുന്നു. ആദ്യം എത്തുന്നയാൾക്ക് മുത്തുച്ചിപ്പി ലഭിക്കും. രണ്ടാമനെ അതിൻ്റെ പുറംതോട് ലഭിക്കും. ഒരു ആശയം ലഭിച്ചാൽ വെച്ചു താമസിപ്പിക്കാതെ അത് പ്രാവർത്തികമാക്കുക. ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ ആരാണെന്ന് അംഗീകരിക്കുന്നു മാത്രമല്ല, നിങ്ങൾ ആരായിരിക്കണമെന്ന് സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുന്നു. പിശാച് യോദ്ധാവിനോട് മന്ത്രിച്ചു, നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയില്ല. യോദ്ധാവ് മറുപടി നൽകി, ഞാൻ തന്നെയാണ് കൊടുങ്കാറ്റ്. നിങ്ങളുടെ ഒരു നിമിഷത്തെ ദേഷ്യം മണിക്കൂറുകൾ വരെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണുകയും വേണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു. കഴിവുള്ള ആളുകൾക്ക് പലപ്പോഴും കൈയക്ഷരം മോശമായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. കാരണം അവരുടെ തലച്ചോറ് അവരുടെ കൈകളേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. തോൽവി അറിയുമ്പോഴാണ് വിജയം ഏറ്റവും മധുരമുള്ളതാകുന്നത്. നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ്. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണുനീരും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും അറിയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാവും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിടത്തു നിന്ന് കാര്യങ്ങൾ എങ്ങനെ മാറി നിങ്ങൾ ഇവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ ഭയത്തിൻ്റെ മറുവശത്ത് കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിജയങ്ങളും നേടാൻ നിങ്ങളുടെ ജീവിതവും സമയവും ശക്തിയും ഉപയോഗിക്കുക. സിംഹം വിശക്കുമ്പോൾ വേഗത്തിൽ ഓടുന്നു. മനസ്സൊന്ന് കലങ്ങുമ്പോൾ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് സാരമില്ലെന്ന് പറയുന്ന കൂട്ടുകാരോളം വരില്ല പോയ്മുഖമുള്ള പല സ്നേഹങ്ങളും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രത്യക്ഷമാകും. വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ശക്തിയുടെ അഭാവമല്ല, അറിവിൻ്റെ അഭാവമല്ല, മറിച്ച് ഇച്ഛാശക്തിയുടെ അഭാവമാണ്. ആവേശം നഷ്ടപ്പെടാതെ ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചുവടുവെക്കാനുള്ള കഴിവാണ് വിജയം. ഭക്ഷണക്രമവും ആരോഗ്യവും പോലെ നിങ്ങളുടെ ആരോഗ്യത്തിന് ബന്ധങ്ങളും ആവശ്യമാണ്. എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും സുഖത്തിലും ദുഃഖത്തിലും എന്നോടൊപ്പം ഉണ്ടായ എൻ്റെ സുഹൃത്തിന് ആയിരം ആയിരം നന്ദി. ആവേശം നഷ്ടപ്പെടാതെ ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചുവടുവെക്കാനുള്ള കഴിവാണ് വിജയം. വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരോട് പുച്ഛം തോന്നും. അത് മാറാൻ ഒന്ന് കാലിടറിയാൽ മതി. പരിചിതർ മാത്രമുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടാൽ നിങ്ങൾ ആദ്യം തിരയുന്നത് ആരെയാണ്? അയാളാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരൻ. പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കാം. പുരുഷന്മാർ കാണുന്നതിനോട് പ്രണയത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും സുന്ദരികൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്നു പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റയ്ക്ക് നടന്നതുപോലെയാകും. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. നിങ്ങൾ നിങ്ങളെത്തന്നെ മതിയാവോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്.